ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വീഡിയോ ആയിട്ട് വന്നത് ചീര കഞ്ഞിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിന് വേണ്ട പച്ചരി ഞാനിതാ കൊത്തി വെച്ചിട്ട് ഉണ്ട്. ഒരു 2 മണിക്കൂറായത്. ഇപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പം കഴുകി ഇത് എടുത്ത് വെച്ചതാ. ഇതിൻ്റെ അളവ് ഈ കപ്പിലാണ്. ഈ കപ്പിലുള്ള അരിയാണ് ഞാൻ ഇതവിടെ എടുത്തത്. നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഈ പച്ചരി ഇട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കാം. ഈ അരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പച്ചരി ഇവിടെ നല്ല വലി അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല അരഞ്ഞ് വരണത്. അപ്പം ഇതൊന്നൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. കുറച്ചും കൂടി ഇത് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 മുറി തേങ്ങ ഞാനിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതും ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് തന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ഈ പട്ട ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂണില്ല. ഈ തേങ്ങയിലേക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് വലിയ ജീരകം, പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചെറിയ ജീരകവും ഒരു 2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. കൂടുതൽ ഈ ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ പോയിട്ട് ഒന്ന് അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച്. തേങ്ങ നല്ലോണം അരിയേണ്ട ആവശ്യമില്ല. ഒന്നൊരു മീഡിയമായിട്ട് അങ്ങനെ അരിഞ്ഞാൽ മതി. നല്ലോണം കറിക്കൊന്ന് അരിയുന്ന അങ്ങനെ അരിയേണ്ട ആവശ്യം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ അരിയിലേക്ക് തന്നെ ഈ ഒരു 5 കായ് ചെറിയ ഉള്ളി നമുക്ക് ഇട്ടിട്ടൊന്ന് ഈ തേങ്ങയെ തന്നെ ഇട്ട് ഒന്നും കൂടി അരക്കാം. ഇതേ അരവിൽ അധികം അരയണ്ട. ഇതേ ഇതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഈ കഞ്ഞിൻ്റെ ഈ പച്ചരി ഉണ്ടല്ലോ അരച്ചത്, അതിപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചൊന്ന് കഞ്ഞി ഉണ്ടാക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് പതച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് പണ്ട് കാലത്തേ ഉള്ളൊരു ചീര കഞ്ഞിയത്.
നോമ്പ് കാലത്ത് നല്ല ക്ഷീണം മാറാനും ഇത് അധികം ആൾക്കാരും കുടിക്കുന്ന ഒരു കഞ്ഞിയാണ് ചീരാക്കഞ്ഞി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. കഞ്ഞിൻ്റെ ഈ അരി ഞാൻ പച്ചരി അരിച്ചത് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഒന്ന് കുറുകിയാൽ നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ സബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും സബ് ചെയ്യാൻ. നിങ്ങൾ സബ് ചെയ്താലേ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അപ്പം നമ്മുടെ നോമ്പ് ഇപ്പം 19 നമ്മൾ നോമ്പ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ എല്ലാ നോമ്പും എല്ലാവർക്കും എടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ ഈ കാണുന്നതെല്ലാം എൻ്റെ കൂടെ പുറപ്പുകളെല്ലാം എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളെ ഈ അരി നല്ലോണം കുറുകിയത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കഞ്ഞിൻ്റെ കളറ് മാറി. ഉപ്പൊന്ന് നോക്കാം, കുറച്ചും കൂടി ഇട്ടിട്ടു. കഞ്ഞിയിൽ ജീരകത്തിൻ്റെ വലിയ ജീരകത്തിൻ്റെ പട്ടയും എല്ലാം കൂടിയിട്ട് ഉള്ള നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മൾ കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഈ പച്ചരി എന്തായാലും നിങ്ങളൊന്ന് ഇതിൽ നമ്മൾ അടുപ്പത്ത് വെച്ചാലൊന്ന് നല്ലോണം അടുക്കി പിടിക്കുന്നത് ശ്രദ്ധിക്കണം, ഇളക്കിയോണ്ടിരിക്കണം. എന്നിട്ട് കട്ട കിട്ടാണ്ട് ഇതിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാം. നമ്മളെ കഞ്ഞി ഇതേപോലെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ തീ ഓഫാക്കാണ്. അപ്പോൾ നമ്മളെ ചീരാക്കഞ്ഞി ഞാൻ ഒരു ബൗളിൽ ഒഴിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണിത്, ചീരാക്കഞ്ഞി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുക, കുടിക്കുക, നോക്കുക ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കാം. അടിപൊളി സാധനം. നോമ്പ് കാലത്ത് നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം നല്ല ക്ഷീണം മാറാനും എല്ലാത്തിനുള്ളൊരു കഞ്ഞിയാണിത്, ചീരാക്കഞ്ഞി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം, മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇരുന്നവർ ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറന്നു പറഞ്ഞാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.